നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് നമുക്ക് നോക്കാം. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തേക്ക് വരും. അപ്രതീക്ഷിതമായി ഈ വായന നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം മാറുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ തലക്കെട്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. വളരെ പ്രതീക്ഷയോടുകൂടിയും സപ്പോർട്ടീവായിട്ടുള്ള മനോഭാവത്തോടു കൂടിയും പോസിറ്റീവുമായിട്ട് വേണം ഈ വായന കാണുവാൻ. ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. അപ്പോൾ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്, ഇവിടെ പലതരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്കോ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ധാരാളം സെപ്പറേഷൻ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി വേർപെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ അതിനുള്ള കാരണം എന്താണ് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായി പറ്റുന്നത്. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ മനസ്സ് തുറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ സന്തോഷത്തോടെ പെരുമാറാനോ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ പേഴ്സണ് ഉണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ചാൽ ചില തരത്തിലുള്ള ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തടസ്സങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായി പറ്റുന്നത്. ഒരുപക്ഷെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയും ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി വന്നു നിൽക്കാനോ പെരുമാറാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തരാനോ അതിനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി ഓരോ പ്രാവശ്യവും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലും, അതായത് സംസാരം പോലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നതും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ചുറ്റിനുള്ള ആളുകൾ പല രീതിയിലും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. മറ്റു പലവരും ഈ പേഴ്സണെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്ത് ഈ വ്യക്തിയെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വേറെ ആൾക്കാരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിലൂടെ ഒരുപാട് പേർക്ക് നന്മകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കുടുംബം ഈ വ്യക്തിയായിരിക്കാം നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ നന്നായിട്ട് നോക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്തം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തിയായിരിക്കണം ആ വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ. തീർച്ചയായിട്ടും ഈ വ്യക്തി വിശ്വസിച്ച പലവരും ഈ വ്യക്തിയെ ചതിച്ചു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടപ്പറപ്പുകളായിരിക്കാം, കൂടെ അവരെന്നും ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പേഴ്സൺ അവരെയൊക്കെ സഹായിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയിലും സ്നേഹത്തിലും അവർക്ക് തിരിച്ച് ഈ വ്യക്തിയോടും സ്നേഹവും കടപ്പാടും ഉണ്ടാകും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മുഴുവനുമായിട്ട് തച്ചുടച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മോശപ്പെട്ട കാര്യങ്ങൾ വന്നു ഭവിച്ചിട്ടുള്ളത്. അത് ഒരു ഇഷ്ടപ്പെട്ട ജോലി അത് ലഭിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ വ്യക്തിയുടെ കൈകളിലേക്ക് വരാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നല്ല രീതിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ പോലും നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ വഴക്കു പറയുമോ എന്ന് പേടിച്ചിട്ട് പോലും ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ല. കാരണം ഈ വ്യക്തി വളരെയധികം സഹായശീലനായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതും കൂടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തുടക്കത്തിലെ തന്നെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം. നിങ്ങൾ പല രീതിയിലും ഈ വ്യക്തിയെ താക്കീത് നൽകിയിട്ടുണ്ടാകാം. അതായത് വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം. ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കണം, മറ്റുള്ളവരെ അമിതമായിട്ട് സഹായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കൂ എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങളും ഈ വ്യക്തിയെ പിണങ്ങാനും അല്ലെങ്കിൽ ശാസിച്ച് പറയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നിർമ്മലനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വ്യക്തി വിചാരിച്ച അത്രയും ഒരു റിസൾട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ വ്യക്തിക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ വ്യക്തി അത്രയും സഹായിച്ചിരുന്ന ആൾക്കാർ ഈ വ്യക്തിയെ ചതിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി വളരെ മനോവിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഈ വ്യക്തി പേടിച്ചിട്ടും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വ്യക്തി അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി തരാതെ ഞാനിപ്പോൾ ഒന്നിനും തയ്യാറല്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി. അതായത് ഈ പേഴ്സന്റെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ എനർജി, ചിന്താഗതിയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ലൊരു വ്യക്തി തന്നെയാണ്. ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ നല്ല ഇത് തന്നെയാണ്. പക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ രേഖ എന്ന് പറയുന്നത് സമ്പത്ത് രേഖ തന്നെയാണ്. നല്ല രീതിയിൽ സമ്പത്തൊക്കെ ഉണ്ടാക്കി ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റിയ ഒരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വിജയകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദവിയിലേക്ക് ഈ വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ കൂട്ടുകെട്ടുകൾ, ഈ വ്യക്തിയുടെ വിശ്വാസം, മനോഭാവങ്ങൾ, ചിന്താഗതി ഇതിനെല്ലാം മാറ്റം വരേണ്ടതായിട്ടുണ്ട്, മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഈ വ്യക്തിയുമായിട്ടൊന്ന് സഹകരിക്കുകയാണെങ്കിൽ, അതായത് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഈ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പേഴ്സണെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ധാരാളം വഴക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഇങ്ങനത്തെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിക്ക് താക്കീത് നൽകുന്നുണ്ടാകാം. ഈ വ്യക്തിയുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തി മറ്റുള്ളവരെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം സുഹൃത്തുക്കളെ ആയിരിക്കാം, സ്വന്തം ഫാമിലി റിലേറ്റീവ്സിനെ ആയിരിക്കാം. അവരെയൊക്കെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ പലവരും നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് എന്തായാലും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ആരൊക്കെയാണ് ഈ വ്യക്തിയെ പറ്റിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിയാലാണ് ഈ വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരു ബോധം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നല്ല രീതിയിലുള്ള സന്തോഷം വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ തേടിയിട്ട് എന്തോ നല്ലൊരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു മാറ്റത്തിന്റെ ഒരു സൂചനയായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളായിട്ട് തല്ലുപിടിക്കാനും അല്ലെങ്കിൽ നിങ്ങളായിട്ട്
നിങ്ങളായിട്ട് എപ്പോഴും തല്ല് പിടിക്കാനും അകന്ന് നിൽക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാലും ഈ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു സമയം ചെലവഴിക്കാനോ ഒന്നും ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ വഴിതെറ്റിക്കുന്നത് ആരാണ്, ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ആരാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഈ വ്യക്തി കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോ ഇതുവരെയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ വ്യക്തി ഇത്തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. കാരണം ഈ വ്യക്തി സാമ്പത്തികപരമായിട്ട് ഭദ്രത നേടുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടെ പോസിറ്റീവ് നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളും കൂടെ സേഫ് ആക്കുന്ന ഒരു രീതിയിലുള്ള തീരുമാനം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ മര്യാദക്ക് നടക്കുന്നില്ല എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് പലപ്പോഴും അത് വിഷമം വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പലവരോടും പരാതിയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യവും കൂടി ആയിരിക്കാം. കാരണം അത് തീർത്തും മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിന് അത്രയും ഒരു തീവ്രത വരാത്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വരാനുള്ള സാധ്യതകളാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ നല്ല രീതിയിൽ ഈ വ്യക്തിയുടെ ഒപ്പം വരികയും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളെ തേടിയിട്ട് ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ ഏറെ കാലമായിട്ട് നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ചെവിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ പാനപാത്രവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും കാലം ഈ വ്യക്തി ഒരു 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 മതിൽക്കെട്ടിന്റെ ഉള്ളിലായിരുന്നു. അതായത് ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. അതിൽ പലതും ഈ വ്യക്തി സ്വയം തന്നെ തലയിലേക്ക് കൊണ്ടുപോയി വെച്ച കാര്യങ്ങളാണ്. അതായത് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയില്ലേ, ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് നല്ലൊരു ഭാവിയുണ്ട്. അത് നിങ്ങളോട് കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ചെലവഴിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, ഈ വ്യക്തി അധ്വാനിക്കുന്ന പൈസയെല്ലാം എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, പൈസ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതിനൊന്നും ഈ വ്യക്തി ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ലായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം മഹത്വമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി ഇനി അങ്ങോട്ട് വിശ്വസിക്കാനും ചിന്തിക്കാനും പോകുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത്, ഈ വ്യക്തി എങ്ങനെയായി തീരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ആ ഒരു രീതിയിലേക്ക് ഈ പേഴ്സൺ മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അതിനെല്ലാം ഉത്തരമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും ഈ വ്യക്തി ഉത്തരം മുട്ടി കണ്ണടച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും സാഹചര്യത്തിനെ കുറിച്ചിട്ട് പറയാനും ഈ വ്യക്തിക്ക് എന്താണ് ഇത്രയും കാലം സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ടോക്സിക് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ കുറിച്ചും അല്ലെങ്കിൽ കൂട്ടുകാരെ കുറിച്ചും ഉള്ളതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. പിന്നെ അത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ അതൊരു വലിയ വാക്ക് തർക്കത്തിലേക്കും അല്ലെങ്കിൽ തല്ലുപിടുത്തത്തിലേക്കും പഴയ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും അങ്ങനെ പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. രണ്ടുപേരുടെ സമാധാനം നഷ്ടപ്പെടുക എന്നതുകൊണ്ട് മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ, വേറൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമീപനം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഏറെ കാലങ്ങളായിട്ട് നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പീക്സ് ഓഫ് ജോയ് ആണ് കിട്ടിയിട്ടുള്ളത്.
തീർച്ചയായിട്ടും അവിടെ ഒരു സമാധാനം, സന്തോഷം, ഉത്സാഹം, ഉന്മേഷം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.